എനിക്ക് പേടിയാവുന്നു വല്യുഞ്ഞേ. അനിയൻകുട്ട, നീ കല്യാണിയെ കാണാനില്ലെന്ന് ദാസേട്ടനോട് പറഞ്ഞോ? ഇല്ല വല്യുഞ്ഞേ, എന്നെ തട്ടിക്കൊണ്ടുപോയതും ചേച്ചിയെ കാണാതായതും ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല. അത് നന്നായി. തൽക്കാലം ഇത് ആരും അറിയണ്ട. വല്യുഞ്ഞി താലി കെട്ടിയില്ലെങ്കിൽ ചേച്ചി അമ്മയുടെ അടുത്തേക്ക് പോവെന്നാ എന്നോട് പറഞ്ഞേ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും കല്യാണിയും ഞാനും തമ്മിലുള്ള കല്യാണവും നടക്കാൻ പോകുന്നത്. ധൈര്യമായിട്ടിരിക്കുക. കല്യാണി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടെത്തിക്കോളാം. നീ ചെല്ല, പോയി ഫ്രഷ് ആവാ. ബ്രോ, ഉറപ്പായിട്ട് ഇതിന്റെ പിന്നിൽ ആ ഗംഗ ഇളയമയായിരിക്കും. അല്ലാതെ വേറെ ആരാവനൊരു വഴിയില്ല. അതെ ആനന്ദ്, അതിനാ സാധ്യത. അനിയൻകുട്ടനെ തട്ടിക്കൊണ്ടുപോയിട്ട് അത് പറഞ്ഞ് കല്യാണി ഭീഷണിപ്പെടുത്തി ഈ കത്തെഴുതിച്ചു കാണും. അതിനുശേഷമാവും കല്യാണി തട്ടിക്കൊണ്ടുപോയത്. ഗംഗ മുറിയിലുണ്ട്. ഇളയമ്മ തൃച്ചമ്പരത്തില്ല. ഗംഗ ഇപ്പൊ വിളിച്ചു വെച്ചതല്ലേ ഉള്ളൂ. ഹലോ. ആന്റി, ഞാൻ നേരത്തെ വിളിച്ചപ്പോ ഒരു കാര്യം പറയാൻ മറന്നു. അതെന്ത് കാര്യം? പറയ്. ആന്റി, ആനന്ദിന് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ആനന്ദ് ഇന്ന് എന്റെ മുറിയിൽ വന്നിരുന്നു. അത് ആന്റി അന്വേഷിച്ചാകാനാണ് സാധ്യത. സൂക്ഷിക്കണം. അവൻ എന്നെ വിളിച്ചിരുന്നു ഗംഗെ. ഞാൻ എവിടെയാണെന്നും തിരക്കി. നിന്റെയും അവന്റെയും പേരില് കരിക്കകം ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോയെന്നാ ഞാൻ അവനോട് പറഞ്ഞത്. ആനന്ദ് അത് വിശ്വസിച്ചെന്ന് തോന്നുന്നുണ്ട് ആന്റിക്ക്. GPS വഴി ആനന്ദ് ആന്റിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടാവും. അതൊരു ട്രാപ്പാണല്ലോ. ഹലോ, ഒന്ന് സൂക്ഷിച്ചു പൊയ്ക്കൂടേടോ. സോറി മാഡം. ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? അത് ഇല്ല മാഡം. അതെ, നീ ഒന്നും കേട്ടിട്ടുമില്ല. അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ നീ ആരോടും അത് പറയുകയില്ല. എന്താ, അങ്ങനെയല്ലേ? അതെ മാഡം. അയ്യോ, ബ്രോയിഡും ഗംഗയുടെയും പേരിൽ പൂജ നടത്താൻ പോയതത്ര. ശുദ്ധ കള്ളത്തരം. ഇളയം അതിനൊന്നും പോയതായിരിക്കില്ല ബ്രോ. ഫോണിൽ വിളിച്ചപ്പോ വെറുതെ പറഞ്ഞതാ. അത് കണ്ടുപിടിക്കുക എളുപ്പമാണല്ലോ. നീ ആ നമ്പർ എന്ന് പറയും. GPS വഴി ഞാൻ ഇപ്പം നിന്റെ ഇളയമ നിൽക്കുന്ന ലൊക്കേഷൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വേണ്ട, നമ്പർ എന്റെ ഫോണിലുണ്ടല്ലോ. നീ ആ ലാപ്പിംഗ് എടുക്ക. ഇത് കണ്ടോ, ഇവിടെ നിങ്ങോട്ട്. ഈ ടവറിൽ നിന്ന് അതിലേക്ക് കണക്ട് ചെയ്യും. ഇളയമ കരിക്കൻ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോയെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാൽ ലൊക്കേഷൻ കാണിക്കുന്നത് അവിടെ നിന്ന് 22 കിലോമീറ്റർ എതിർ ദിശയിലാണ്. അതെ ആനന്ദേ, നിന്റെ ഇളയമ കള്ളം പറഞ്ഞത്. 5 മിനിറ്റ് മുമ്പ് നിന്നെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇളയമ നിന്ന ലൊക്കേഷൻ കല്യാണി എന്നും പോകാറുള്ള വിളപ്പുറം ക്ഷേത്രത്തിനടുത്താണ്.
താങ്ക്സ്. ഞാൻ പോയി കല്യാണിയെ കണ്ടെത്തിക്കൊണ്ട് വരാം. മടങ്ങിയെത്തും വരെ ഞാൻ ഇവിടുന്ന് പോയെന്ന് ആരും അറിയാതെ നോക്കണം. ബ്രോ ഞാൻ ഇതിനകത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന പ്രതീതി ഉണ്ടാക്കി നിങ്ങൾ രണ്ടാളും ഈ മുറിയിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ? ഓക്കെ മച്ചു, ധൈര്യമായിട്ട് പോയിട്ട് വാ. അത് ഞങ്ങളേറ്റു. ബ്രോ സൂക്ഷിക്കണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി. ശ്ശേ. ആ ഗംഗേ, ആ എന്ത് പറ്റി ആന്റി? ഇടയ്ക്ക് കട്ടായി പോയി. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ആ നീ അത് വിട്. ദേ നീ കാര്യത്തിലേക്ക് വാ. നീ ഈ പറയുന്ന GPS വഴി ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ കല്യാണിയെ തിരക്കി ഇറങ്ങും. അതിനൊരു സംശയവും വേണ്ട. അതെ ആന്റി, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നത്. ഞാനിപ്പോ അവിടെ എത്തും. ഞാൻ വരുന്നത് വരെ ആനന്ദ് പുറത്തിറങ്ങാതെ നീ സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. ആന്റി ഒന്ന് വേഗം വാ. ശരി. ഒന്ന് വേഗം പോടോ. ശരി മാഡം.
മാഡം, മേറ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ആ ഒന്ന് എണീറ്റേ, പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണ് ലൊക്കേഷൻ കാണിച്ചത്. അപ്പൊ ഇളയമ്മ ഇവിടെ നിന്നാവും സംസാരിച്ചത്. പ്രിയങ്ക, നീ? യെസ്, പ്രിയങ്ക ഞാൻ. നീ ഇവിടെ? ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ചേ. ഓ,
എന്നാലും ഇവിടെ ഈ ദിവസം ഇത്രയും പേർക്കിടയിലൂടെ ഇവിടെ കയറി വരാൻ നിന്നെ കൊണ്ടേ പറ്റൂ. സമ്മതിച്ചിരിക്കുന്നു. അപാര ധൈര്യം തന്നെ. കറക്റ്റ്. പ്രിയങ്കയ്ക്ക് ചില കാര്യങ്ങളിൽ അപാര ധൈര്യമാണ്. ആ ധൈര്യം കൊണ്ടാ പ്രിയങ്ക വർമ്മ നേരെ ഈ തൃച്ചംബരത്ത് കയറി വന്ന് ഒരു കൊച്ചു ടൈം ബോംബ് ഒളിപ്പിച്ചു വെച്ചത്. വാട്ട്? ടൈം ബോംബോ? യെസ്, ടൈം ബോംബ്. ഇന്ന് കൃത്യം 11:30 പൊട്ടിത്തെറിക്കാൻ തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് വച്ചിരിക്കാൻ ഞാനിത്. ഇറ്റ്സ് വെരി മച്ച് ഹിയർ. വിവാഹ പന്തലിനടുത്ത്. പൊട്ടിയാലുണ്ടാകുന്നത് ഒരാൾക്കൂട്ട ദുരന്തമായിരിക്കും. മൈ ഗോഡ്, പ്രിയങ്കേ, നീ എന്തൊക്കെ പറയുന്നേ? 11:30 എന്റെ കല്യാണ മുഹൂർത്തം. നോ, നിന്റെ വിവാഹ മുഹൂർത്തം അറിഞ്ഞു തന്നെയാ ഞാൻ ഈ ടൈം സെറ്റ് ചെയ്തത്. 10:50 സമൂഹ വിവാഹം കഴിഞ്ഞ് 11-നും 11:30-ക്കും ഇടയിൽ ഇവിടെ നിന്റെയും ആനന്ദിന്റെയും കല്യാണം. അതെ, അപ്പൊ എന്റെ കല്യാണ മുഹൂർത്താണെന്ന് അറിഞ്ഞിട്ടാണോ നീ ബോംബ് സെറ്റ് ചെയ്തിരിക്കുന്നത്? Come on, darling. Don't jump into conclusions. തോക്കിൽ കയറി വെടിവെക്കരുത്. Remember, നിന്റെയും ആനന്ദിന്റെയും കല്യാണ മുഹൂർത്തം 11:30-നല്ല. 11-നും 11:30-നും ഇടയിലാണ്. 11:29 വരെ ഞാൻ നോക്കും. അതിനകം ആനന്ദ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അടുത്ത 30 സെക്കൻഡ് കൊണ്ട് ഞാൻ ഈ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യും. അതിനുള്ള റിമോട്ട് കൂടിയാ എന്റെ ഈ മൊബൈൽ ഫോൺ. മറിച്ച് ഈ കല്യാണം ആരെങ്കിലും മുടക്കിയാൽ 1 മിനിറ്റിനകം നീ എന്നോടൊപ്പം തൃച്ചംബരത്തിന് പുറത്ത് കിടക്കുന്ന കാറിലേക്ക് എത്തണം. 11:30 കഴിഞ്ഞ് 1 മിനിറ്റ്. അത് മതി തൃച്ചംബരം ഒരു ശവപ്പറമ്പാവും. പച്ച മാംസത്തിന്റെ ഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറുന്ന നിമിഷം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും. ഞാനും നീയും മാത്രം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് അവർ ലൈഫ് മിഷൻ. സൂപ്പർ, സൂപ്പർ ഐഡിയ. ചുടലപ്പറമ്പായി കിടക്കുന്ന തൃച്ചംബരം പിന്നെ ഒരു കെട്ടുകഥയായി അവശേഷിക്കും. നാട്ടാർക്കും നാഗമടത്തുകാർക്കും. ഐ ലവ് ഇറ്റ്. ഗുഡ്. ശരി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പടം പൊഴിച്ച പാമ്പിനെ പോലെ, ആരുടെയും കണ്ണിൽ പെടാതെ. യു ടേക്ക് കെയർ, ഓക്കെ? പ്രിയങ്ക, സൂക്ഷിക്കണം. സൂക്ഷിക്കും.